അടുത്തറിയാമെന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യത്യസ്തമായ രുചികൾ തേടി അലയുന്നവരാണ് നമ്മൾ മലയാളികൾ. സോ അത്തരം വ്യത്യസ്തമായ ഒരു രുചിയിടത്തിലാണ് ഇന്ന് ഞാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിലെ കായൽ തീരം പാർക്ക് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഒരുപാട് രുചിവിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക്. ഫ്രഷ് ഫിഷ് ലൈവായിട്ട് കുക്ക് ചെയ്യുക എന്നതാണ് കായൽ തീരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല അറബിക്, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ, അഫ്ഗാനി എന്നീ വ്യത്യസ്തമായ മസാല കൂട്ടുകളൊക്കെയാണ് ഈ ഫിഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ആക്ച്വലി നമ്മുടെ കായൽ തീരത്ത് വന്നാൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ളത്, വിശ്രമിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്, റൂംസ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അത് നമ്മൾ അറിയണമെങ്കിൽ, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ വരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായൽ തീരം റെസ്റ്റോറൻറ്റിൻ്റെ സാരഥി, അതുപോലെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൽ മജീദ് സാറിനോടൊപ്പമാണ്. എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന ഹാജിക്കയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഹലോ, നമസ്കാരം. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഹാജിക്ക ഇങ്ങനെ ഒരുപാട് പേര് എല്ലാവരും ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യോർ ഹാർട്ടോട് കൂടി ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആതിഥേയത്വം വഹിക്കുന്നത് തന്നെയാണ് ഇത്തരം ഒരു റെസ്റ്റോറൻറ്റ് എന്ന ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇതിലേക്ക്, മോട്ടീവിലേക്ക് എത്തിയത്. എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷമായി. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടായത് ഗൾഫിലായിരുന്നു. അവിടെയും ഹോട്ടൽ ബിസിനസ്സാണ് ചെയ്തത്. അവിടെ ഒരു 38 വർഷത്തോളം അവിടെ ഹോട്ടൽ ബിസിനസ്സാണ്. അതിൻ്റെ പേര് എയർലൈൻസ് റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേരുണ്ടായത്. ഇവിടെ കൊറോണയുടെ ടൈമിൽ ഇവിടെ വന്നപ്പോൾ പിന്നെ വെറുതെ ഇരിക്കേണ്ടതെന്ന് തോന്നിയപ്പോൾ ഇങ്ങനൊരു പ്ലേസ് ഇല്ലതുകൊണ്ട് ഞാനിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ചെറിയ രീതിയിൽ തുടങ്ങിയത്, പക്ഷേ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഇത് ഈ നിലയിലെത്തിച്ചു. ഇപ്പം സീ ഫുഡായിട്ട് കുറച്ച് മോശമില്ലാതെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് ഇങ്ങനെ ലൈവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണോ അത് നോക്കി എടുത്തിട്ട് അന്നേരം തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അവർ ടേബിളിൽ എത്തിച്ചു. അതിനുള്ള നല്ല സ്റ്റാഫുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത്? ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. പിന്നെ ചില സമയം ഗാനമേള നടക്കുന്നുണ്ട്. ഓൾ ഇൻ ഓൾ പാക്കാണ് കായൽ തീരം. അല്ല, തൽക്കാലം ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, കുറച്ച് ദൂരെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ തൽക്കാലം താമസിക്കാനുള്ള റൂമുണ്ട്. അതേപ്രകാരം മോശമില്ലാതെ ഫുഡും ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇപ്പം നല്ലത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഏരിയ ഉണ്ട്, നമസ്കരിക്കാനുള്ള റൂമുണ്ട്, അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമല്ല. അപ്പോൾ അതാ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ബെറ്റർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഫ്യൂച്ചർ പ്രോജക്റ്റിലേക്ക് ഇനി എന്തെങ്കിലും ഒരു പരിപാടിയില്ല. ഇനി ഇങ്ങനെ കുറച്ച് കാലം പോകുന്നിടത്തോളം പോട്ടെ, അത്രയുള്ളൂ. അതായത് അത്രേ ആഗ്രഹമുള്ളൂ. ഇനി ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമൊന്നുമില്ല. ആവശ്യം പോലെയുള്ള ബിസിനസ് ഗൾഫിൽ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും വർഷം, അറൗണ്ട് ഒരു 38 years ഇങ്ങനെ മനുഷ്യന്മാരിലേക്ക്, ആൾക്കാരിലേക്ക് നമ്മുടെ രുചി വിളമ്പിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട്, ഈ ഒരു 38 years ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഒരു സീക്രട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞങ്ങൾ ഫുഡിനെ പറ്റി അഭിപ്രായം ഉള്ളതുകൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗൾഫിലുള്ള സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നല്ല, ഞങ്ങൾക്കാണ് നല്ലൊരു പേരുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അറിയപ്പെടുന്നൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ, ഞാൻ പറഞ്ഞ മാതിരി പല ആൾക്കാരും നല്ല പിന്നെ സാധാരണയുള്ള ആൾക്കാരായിട്ട് വന്നൊരു ഫുഡ് കഴിച്ചിട്ട് പോയതും. പിന്നെ കുഴപ്പമില്ലാതെ 38 വർഷം അവിടെ നടന്ന് ബിസിനസ് ചെയ്തു. പിന്നെ ജനങ്ങളെ സപ്പോർട്ട് അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. ഇതാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഒരുപാട് ഇടങ്ങളിലേക്ക്, ഒരുപാട് മനസ്സിനെയും വയറിനെയും ഒരുപോലെ കുറയ്ക്കാൻ കഴിയട്ടെ. ഞാൻ എൻ്റെ ഇതിൽ ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ഫുഡ് സപ്പോർട്ട് ചെയ്ത് ജനങ്ങളായിരിക്കും. ഓക്കെ, വെൽക്കം. കായൽ തീരം റെസ്റ്റോറൻറ്റ് കുറേ കാലങ്ങളായി കേൾക്കുന്നു ഇത്. പക്ഷേ ഞാൻ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ വർക്ക് ചെയ്യുന്നതാണ്.
അപ്പം നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വളരെ നല്ല ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എൻ്റെ ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നൊരു സമയമായിരുന്നു. സോ എന്തായാലും ഈ ഉച്ച സമയത്ത് ഇവിടെ ഓപ്പൺ ആകും എന്ന് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഈവനിങ് ടൈമിൽ ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം, ലൈവാണ്. സോ എന്തായാലും ഉച്ചയ്ക്ക് ഇവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പോരാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒത്തിരി ഇഷ്ടം തോന്നി. കാരണം വെച്ചെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ട് എന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ. ഞങ്ങൾ പല പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ വളരെ നല്ലതാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നമ്മുടെ ലൈവ് ചെയ്യുന്നത് കണ്ടു ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി. നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ഫുഡ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും നോക്കൂ മസാല ഒന്നും ഇവർക്ക് വലിയ ഇഷ്യൂസൊന്നുമില്ല. കാണാനും നല്ലത്, കഴിക്കാനും നല്ലത് എന്നുള്ളതാണ്. ഫുഡ് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്താലും ടൈം പോകുന്നത് അറിയുന്നില്ല. ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്, ഇന്ന് നൈറ്റിന് കയറാനുള്ളതാണ്. പക്ഷേ എന്നാലും ഒരു ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫുഡ് നല്ലതാണ്. ചിക്കനൊക്കെ നല്ല സ്വീറ്റും സ്പൈസിയും അതെ. പിന്നെ ഈ ചോറ് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് വെച്ചിട്ട് കഴിച്ച് നോക്കി നല്ലതായിരുന്നു. നല്ല ഫുഡാണ്. പിന്നെ ഫസ്റ്റ് പ്ലേ ഗ്രൗണ്ടിൽ പോകണമെന്നായിരുന്നു, ഇവർ വിടാത്തതുകൊണ്ടാണ്. ചിന്ന ചിന്ന ആസെ സിരകടിക്കും ആസെ മുത്ത മുത്താസെ മുടിந்த വിടാസെ വെണ്ണിലവ് തൊട്ട മുത്തമിടാസെ ഇന്ന ഭൂമി സുക്ഷിതരാസെ ചിന്ന ചിന്ന ആസെ. അപ്പോൾ കായൽ തീരം റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. സോ നിങ്ങൾക്കും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നേരിട്ട് തന്നെ നമ്മുടെ കായൽ തീരം റെസ്റ്റോറൻറ്റിലേക്ക് വരിക. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ജിംന കാർത്തിക.